16 വയസ്സിൽ ഉമ്മയോടും സഹോദരനുമോടൊത്ത് മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെടുന്നുണ്ട്. പിന്നീട് ഉമ്മയും സഹോദരനും മടങ്ങി വന്നെങ്കിലും അദ്ദേഹം അവിടെ തന്നെ പഠനാവശ്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുകയാണ്. തുടർന്ന് 6 വർഷം അവിടെ പഠനം നടത്തിയ അദ്ദേഹം പിന്നീട് മദീനയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് താരീഖുൽ കബീർ എന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത്. റൗള ഷെരീഫിനടുത്തിരുന്ന് നിലാവെളിച്ചത്തിൽ അദ്ദേഹം ആ ഗ്രന്ഥം രചിക്കുന്നുണ്ട്. പിന്നീട് ബഗ്ദാദിലേക്ക് പോവുകയും ഇമാം ഹംബൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരുപാട് പ്രമുഖ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും ഹദീസുകൾ ക്രോഡീകരിക്കുകയും ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് പഠനം നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് ബസറ, കൂഫ, സിറിയ, ഈജിപ്ത് തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പഠനാവശ്യത്തിന് വേണ്ടി പലായനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ബഗ്ദാദിലുള്ളപ്പോൾ ഒരു പറ്റം പണ്ഡിതന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ ഗൂഢാലോചന ചെയ്യുകയാണ്. അവർ 100 ഹദീസുകളുടെ സനദുകൾ പരസ്പരം മാറ്റിക്കൊണ്ട് ഇമാമിൻ്റെ അടുക്കൽ വന്ന് ഓതുകയാണ്. ഇമാം സസൂക്ഷ്മം അത് നിരീക്ഷിക്കുകയും തുടർന്ന് അതിലെ ഓരോ തെറ്റിനെയും കണ്ടുപിടിക്കുകയും ഓരോ തെറ്റിനെയും തിരുത്തിക്കൊണ്ട് ആ പണ്ഡിതന്മാർക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുകയാണ്. ഇത്രയും ഒക്കെ ആയപ്പോൾ തന്നേക്കും ഇമാമിൻ്റെ പ്രസക്തി, അവിടുത്തെ ജീവിത ശൈലി, അവിടുത്തെ വിജ്ഞാനത്തിൻ്റെ അളവ് അതെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമാവുകയാണ്. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹം വളരെ ലളിതമായ ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. പഠനത്തിലും ആരാധനയിലും മുഴുകിയിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കുറച്ചു മാത്രമേ ഭക്ഷിക്കുമായിരുന്നുള്ളൂ. ഉണങ്ങിയ ബദാമായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് മുഖ്യാധാരമായ ചില ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു കിതാബാണ് സ്വഹീഹ് അൽ ബുഖാരി എന്നുള്ളത്. ആ കിതാബ് രചിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വുളു ചെയ്ത് കുളിച്ച് നിസ്കരിച്ച് രണ്ട് റക്അത്ത് നിസ്കരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമായിരുന്നു. പിന്നീട് അദ്ദേഹം ആ കിതാബിൻ്റെ മുഖ്യാധാരം രൂപകൽപ്പന ചെയ്ത് മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറമിലും വെച്ചിട്ടാണ്. ഖുറാസാനിലെ ഗവർണർ അദ്ദേഹത്തെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, വിദ്യാർത്ഥി എന്നാൽ വിദ്യ തേടി പോകേണ്ടവനാണ്, വിജ്ഞാനം എന്നാൽ അതൊരു ഭരണാധികാരിയുടെയും പടിവാതിൽക്കൽ വെച്ചുകൊണ്ട് അപമാനിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന്. ഇക്കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ഖുറാസാനിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. പിന്നീട് ഖുറാസാനിലേക്ക് തിരിച്ചു മടങ്ങി വരാൻ പറ്റാത്തൊരു സാഹചര്യവുമാവുന്നുണ്ട്. പിന്നീട് ഹിജ്റ 256 ക്രിസ്തുവർഷം 870 അദ്ദേഹം വഫാത്താവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഇൽമു നാഫിയാക്കി തരട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.